ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ് മഹാജനസഭ തൃശൂരിൽ ആരംഭിച്ചു. 1 ലക്ഷത്തോളം ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 20 സീറ്റും നേടി UDF ചരിത്രം സൃഷ്ടിക്കുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണിപ്പോൾ. സാഹോദര്യം നിലനിർത്തി പരസ്പര വിശ്വാസത്തോടും പരസ്പര സഹകരണത്തോടും കൂടി മുന്നോട്ട് പോകുന്ന ഒരു സഹവർത്തിത്വമാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തിട്ടുള്ളത്. Our paramount importance is, I trust that as in the past, so in the future, we have that intimate relationship of comrades working together for the achievement of common ends and having faith in each other. These are the words of Pandit Jawaharlal Nehru ji about democracy. ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തോടും പരസ്പര വിശ്വാസത്തോടും കൂടി സഹവർത്തിത്വത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത് മറ്റാരുടെയുമല്ല, നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളായിരുന്നു. പഴയ കാലത്തെന്ന പോലെ അല്ലെങ്കിൽ ചരിത്രത്തിൽ എന്ന പോലെ മുന്നോട്ടും കോൺഗ്രസ് ഈ ആശയത്തെ മുൻനിർത്തിയാകും മുന്നോട്ട് പോവുക. However, the ruling dispensation lacks this statesmanship Pandit Nehru had. The Modi, these principles he is not following. He is only harassing the state governments, and also he is crushing the poor people and women. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഈ ആശയങ്ങളെയോ മൂല്യങ്ങളോ ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ വിവിധ സംസ്ഥാനങ്ങളെ ഞെരുക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിന്നും പ്രധാനമന്ത്രി മോഡിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. The center intervention in the state governance and autonomous bodies, including interference by the governors and the attempts to reduce the political autonomy of the states, undermines the principles of federalism. ഇന്ന് സർക്കാർ സംസ്ഥാന ഭരണങ്ങളിൽ കൈകടത്താനും സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിൽ കൈകടത്താനും പരിശ്രമിക്കുകയാണ്. അതുമാത്രമല്ല, സ്വതന്ത്രമായ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട്, അതിന്റെ അധികാരങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറലിസം എന്ന് പറയുന്ന ആ ഒരു മൂല്യത്തെ ഇകഴ്ത്തി കാണിക്കാനും തകർക്കാനുമാണ് ഇന്നത്തെ സർക്കാർ ശ്രമിക്കുന്നത്. We must stand united to safeguard our rights and preserve the democratic fabric of our nation. നമ്മൾ ഐക്യത്തോടും ഒരുമയോടും കൂടി നിൽക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ, ഈ ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. The Congress party, along with the UDF coalition in Kerala, is committed to protecting these interests. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി കക്ഷികളോടൊപ്പം ചേർന്ന് ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും സംരക്ഷിക്കാനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. United front. Furthermore, it has disproportionately affected marginalized communities, minorities, and women. This trend highlights the failure of the Modi government to provide sufficient jobs for youngsters and sufficient opportunity in the country. മോഡി സർക്കാരിന്റെ ഇതുപോലുള്ള സമീപനം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങളെയും പാവപ്പെട്ടവരെയും സ്ത്രീകളെയുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് വേണ്ടത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് യുവാക്കളെയും വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. പണ്ഡിറ്റ് നെഹ്റുജി envisaged a mixed economy as a model for India, where public sector, private sector, joint sector and cooperative sector, and he acted in all sectors, and he allowed the growth of all the 3-4 sectors
of this country. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യത്തിന് വേണ്ടി വിഭാവനം ചെയ്തത് ഒരു സമ്മിശ്ര സമ്പദ്ഘടനയായിരുന്നു. സ്വകാര്യ മേഖലയും അതുപോലെ തന്നെ പൊതുമേഖലയും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയും എല്ലാം ചേർന്ന് ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് വിഭാവനം ചെയ്തിരുന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് നയങ്ങളിൽ ഈ എല്ലാ മേഖലകൾക്കും ഒന്നുപോലെ വളരാനുള്ള ഒരവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി.